ഏതെങ്കിലും ടെലിവിഷൻ ഒരു ചർച്ച നടന്നു നോക്കുക. ഞാനൊരു ചോദ്യം ചോദിച്ചു. സുപ്രീം കോടതിയുടെ നിർബന്ധപ്രകാരം നിങ്ങൾ കോവിഡ് മരണം നടന്ന വീടിന് ആ വീട്ടുകാർക്ക് 50,000 രൂപ നൽകണം ആശ്വാസ നിലയ്ക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 40 ലക്ഷം പേർ കൂടി കൊടുക്കേണ്ടതില്ലേ? ആ ചോദ്യം എന്ത് ചെയ്തു? അവർ അംഗീകരിച്ചില്ല. എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ ജനാധിപത്യം മുമ്പോട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ പുണ്യ നദിയാണ് ഗംഗ. ആ ഗംഗയിലെ കോവിഡ് കാലത്ത് മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നു. നമ്മള് നദികളെയൊക്കെ ദൈവത്തിന്റെ പേരിലാണ് വിളിക്കുന്നത്, ദേവിമാരുടെ പേരിലാണ് വിളിക്കുന്നത്. പക്ഷെ ഏറ്റവും അഴുക്കുള്ള നദികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത് മനസ്സിലാക്കണം. അങ്ങനെ ഗംഗയില് മൃതദേഹങ്ങൾ ഒഴുകി നടന്നപ്പോൾ ഇന്ത്യയിലെ ഒരു ടെലിവിഷൻ ചാനൽ പോലും ഒരു വേള അവരുടെ ക്യാമറ അങ്ങോട്ട് ചലിപ്പിച്ചില്ല. ഇന്ത്യയിലെ പുകൾപ്പെട്ട മാധ്യമങ്ങൾ ഒന്നും അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തില്ല. ദൈനിക് ഭാസ്കർ എന്നൊരു പത്രം അവരുടെ വിവരക്കേട് ഇൻവെർട്ടർ കോമാണ്. ഈ ഗംഗയിൽ ഒഴുകിടക്കുന്ന മൃതദേഹങ്ങൾ ഒരു പടം ആ ദൈനിക് ഭാസ്കറിൽ ഒന്ന് അച്ചടിച്ചു. തൊട്ടു പിറ്റേന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ദൈനിക് ഭാസ്കർ റെയ്ഡ് ചെയ്ത് 500 കോടി രൂപയുടെ പിഴയിട്ടു. എന്തിനാണ് പിഴയിട്ടെന്നറിയില്ല. അതോടുകൂടി ദൈനിക് ഭാസ്കർ പിന്നീട് കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല, തീർന്നു. ഔട്ട്ലുക്ക് എന്നൊരു മാഗസിനുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ റൂബൻ ബാനർജി ആയിരുന്നു അതിൻ്റെ എഡിറ്റർ. ഈ കോവിഡിന്റെ 2ാം തരംഗത്തിന്റെ സമയത്ത് റൂബൻ ബാനർജി ഔട്ട്ലുക്കിന് ഒരു കവർ കൊടുത്തു, കവർ പേജ്. ആ കവർ പേജിൽ ഇങ്ങനെയായിരുന്നു: മിസ്സിംഗ്, കാണാനില്ല, ഇന്ത്യ ഗവൺമെന്റ്. കോടാനുകോടി ജനങ്ങൾ 4 മണിക്കൂർ സമയം മാത്രം നൽകി ലോക്കൌട്ട് ചെയ്തപ്പോൾ പെരുവഴിയിലായി തങ്ങളുടെ ഉറ്റവരെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയപ്പോൾ ഒരു ഗവൺമെന്റ് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറായില്ല. സ്വന്തം ജനതയെ പെരുവഴിയിൽ എറിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് റൂബൻ ബാനർജി മിസ്സിംഗ്